Hello friends, welcome back to Arraysworld. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇഡ്ലി പൗഡറിന്റെ റെസിപ്പിയാണ്. അരി ചേർക്കാതെയാണ് ഞാൻ ഈ പൗഡർ ഇവിടെ തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഇഡ്ലി പൗഡറാണ്. അപ്പോൾ ഈ റെസിപ്പി എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിനു മുന്നേ പുതിയതായിട്ട് ആരെങ്കിലും ഈ ചാനൽ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെയുള്ള ബെല്ലൈക്കൻ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഓൾ എന്ന് തന്നെ ക്ലിക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ ഇതുപോലുള്ള ന്യൂ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. വീഡിയോയിലോട്ട് പോവാം. ആദ്യം നമുക്ക് ഒരു പാനിൽ 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒന്ന് ചൂടായി വന്ന ശേഷം ഞാനിതിൽ 7 പിരിയൻ മുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ടിത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഈ മുളക് ഇതുപോലെ നല്ല ക്രിസ്പായിട്ട് വരുന്നത് വരെ നമുക്കിത് വഴറ്റിയെടുക്കാം. അപ്പോൾ മുളകെല്ലാം നല്ലപോലെ ക്രിസ്പായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി ആ സെയിം പാനിൽ തന്നെ നമുക്ക് കുറച്ച് എള്ള് ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 1/4 കപ്പാണ് എള്ള ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 1/2 കപ്പ് ഉഴുന്നുപരിപ്പും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/4 കപ്പ് കടലപ്പരിപ്പും കൂടി ചേർത്ത് ഇത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ വേണം നമുക്കിത് വഴറ്റി കൊടുക്കാൻ. കരിയാൻ പാടില്ല, അത് പ്രത്യേകമായിട്ടൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. ഇതെല്ലാം ഇപ്പോൾ ഇവിടെ നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആയി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ കായം പൗഡർ കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റിയ ശേഷം നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ കണ്ടില്ലേ, ഇതെല്ലാം കരിയാതെ തന്നെ ഞാനിവിടെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആ മുളക് കൂടി ഒന്നിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയ ശേഷം നമുക്ക് മിക്സി ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇതിവിടെ പൊടിച്ചെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ പൗഡറിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഇല്ലെങ്കിൽ ഇതൊന്ന് 3 പ്രാവശ്യം പൾസ് ചെയ്താലും മതിയാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഇഡ്ലി പൗഡർ ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. ഞാനിത് തരിതരിയായിട്ടാണ് ഇവിടെ പൊടിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ ഇത് ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യണം. നമ്മുടെ അറേയ്സ്വേൾഡ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം. ഇനിയും ഇതുപോലുള്ള നല്ല കുറേ വീഡിയോസുകളുമായി കാണുന്നത് വരെ ബൈ, ടേക്ക് കെയർ, ഹാവ് എ നൈസ് ഡേ.